നമസ്കാരം. മലയാളം TV ലൈവ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകസഭയിൽ 2/3 ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ കാതലായ മാറ്റം വരുത്തുമെന്ന് BJP നേതാവും MP-യുമായ ಅನಂತಕುಮಾರ್ ಹೆಗ್ಡೆ. ಸ್ವಾಮಿ, ನೀವು ಒಪ್ಕೋಬೇಕಲ್ಲ. ಹೌದು, ಸಂವಿಧಾನ ಹೇಳಿದ್ರೆ ಸಂವಿಧಾನಕ್ಕೆ ಗೌರವ ಕೊಡ್ತೀವಿ. ಆದ್ರೆ ಸಂವಿಧಾನಗಳು ಕಾಲಕ್ಕೆ ತಕ್ಕಂತ ಅದೆಷ್ಟೋ ಬಾರಿ ಬದಲಾಗಿದೆ. ಮುಂದಿನ ದಿವಸದಲ್ಲಿ ಕೂಡ ಬದಲಾಗುತ್ತೆ. ಆ ಸಂವಿಧಾನವನ್ನು ಬದಲಾಯಿಸಲಿಕ್ಕೋಸ್ಕರವೇ ನಾವಿರು ಅಂತ ಕರ್ಕೊಂತಾರಲ್ಲ, ಅವರಿಗೆ ಯಾರು ಅಂತ ಕರಿಬೇಕು ಅಂತ ಗೊತ್ತಾಗುದಿಲ್ಲ. ಅಪ್ಪ ಅಮ್ಮನ ಗುರುತಿಲ್ಲದೆ ಇರತಕ್ಕಂಥ ರಕ್ತವನ್ನ ಜಾತ್ಯತೀತರು ಅಂತ ಕರ್ಕೊಂತಾರೆ ಇವರು. ತಮ್ಮ ಗುರುತೇ ತಮಗಿರುವುದಿಲ್ಲ ಅವರಿಗೆ. കർണാടകയിലെ കാവേരി ജില്ലയിലെ സിദ്ധപുരത്ത് ഹലകേരിയിൽ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് ഭരണകാലത്ത് ഹിന്ദുക്കളെ അടിച്ചമർത്താൻ ലക്ഷ്യമിട്ട് ഭരണഘടനയിൽ അനാവശ്യമായ ഭേദഗതികൾ വരുത്തിയിട്ടുണ്ടെന്നും പറഞ്ഞു. ഈ പ്രസ്താവന നരേന്ദ്രമോദിയുടെയും RSSനെയും ഒളിച്ചുവെച്ച ലക്ഷ്യങ്ങളുടെ പ്രഖ്യാപനമാണെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. അംബേദ്കർ രൂപം നൽകിയ ഭരണഘടന അട്ടിമറിക്കുക എന്നൊരൊറ്റ ലക്ഷ്യമാണ് സംഘപരിവാർ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തിന്റെ മതേതരത്വം തകർത്ത് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ഇത്തരം പ്രസ്താവനകൾ അവജ്ഞയോടെ തള്ളിക്കളയണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഈ വിഷയത്തിൽ മറ്റു പാർട്ടി നേതാക്കൾ ഇതുവരെ പ്രതികരിച്ചു കണ്ടിട്ടില്ല.